പറ ഭായി. നമസ്കാരം. 9,000 പണി കിട്ടിയിട്ടുണ്ടല്ലോ. 9,000 എന്ത് പറ്റി? പ്രോപ്പർട്ടി ടാക്സിന്റെ ബില്ല് വന്നിട്ടുണ്ട്. $9,000. 9,000? അന്നേ എടാ നിന്റെ പ്രോപ്പർട്ടിക്ക് അത്രയും വരില്ലല്ലോ. എനിക്കൊരു പിടുത്തമില്ല. ഇതിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 9,000 ഒക്കെ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞാലേ. ഓക്കെ, ഒരു കാര്യം ചെയ്യും. നിങ്ങൾ വന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് എംപാക് റീഅസസ്മെന്റ് എന്ന് സെർച്ച് ചെയ്യും. ഓക്കെ, അത് സെർച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ ഒരു റിക്വസ്റ്റ് ഫോർ റീകൺസിഡറേഷൻ സാധനം കാണും, RFR. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒന്ന് റീഅസസ് ചെയ്യണമെന്ന് പറയാം അവരോട്. ഇതൊരു ഫ്രീ ആണ്, ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട. ഓക്കെ, നോർമലി വിത്തിൻ ഒരു 120 ഡേയ്സിനുള്ളിൽ അവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും എന്താണ് ഇതെന്ന് പറഞ്ഞിട്ട്. ഇൻ കേസ് നമ്മുടെ പ്രൈസ് കുറയുന്നില്ല, അത് തന്നെയാണ് അവർ പറയുകയാണ് സെയിം പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, സോ നോർമലി എന്ന് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ എംപാക് ഒരു മാസ് അസസ്മെന്റ് പ്രോഗ്രാമാണ്. ഒരു ഏരിയ ഫുൾ ഏരിയ നോക്കിയിട്ടാണ് അവർ അതിൻ്റെ വാല്യുവേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ചില പ്രോപ്പർട്ടീസിനൊക്കെ വാല്യൂ തെറ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്ത് റീകൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രോപ്പർട്ടിയുടെ പ്രൈസ് കറക്റ്റ് ചെയ്തിട്ട് നെയ്ബർഹുഡിലുള്ളവർ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് നമുക്ക് പ്രൈസ് കുറച്ച് കിട്ടും. ഓക്കെ, ട്രൈ ചെയ്യുക. അതിൽ നീ വിളിക്കുക, നമുക്ക് നോക്കാം. ഓക്കെ, ശരി.